ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് പഞ്ച് എന്ന് പറയുന്ന ആ കുട്ടിക്കുരങ്ങൻ്റെ ആ ഒരു വൈറൽ വീഡിയോയെക്കുറിച്ചാണ്. നമ്മൾ കണ്ടു അല്ലേ, പഞ്ച് അതിൻ്റെ അമ്മയെ തേടി അല്ലെങ്കിൽ അത് അമ്മയുടെ സ്നേഹം കിട്ടാതെ ഒരു പാവക്കുഞ്ഞിൽ അഭയം തേടുന്ന ഒരു വീഡിയോ ഇപ്പം നന്നായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എല്ലാ സ്റ്റാറ്റസിലും എല്ലാവരുടെയും താരം ഈ പഞ്ച് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ വീഡിയോസ് പോകുമ്പോൾ നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പാഠം നമ്മൾ മനുഷ്യർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പിഞ്ചു കുഞ്ഞിന് അതിൻ്റെ അമ്മ ഓരോ പ്രാവശ്യം അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോഴും അതിൻ്റെ അമ്മ അതിനെ ആട്ടി പായിക്കുന്നതാണല്ലേ. അപ്പം അങ്ങനെ പായിക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സിലുള്ള വേദന അത് നമ്മൾ ഓരോ അമ്മമാർക്കും ഒരു പാഠമാവേണ്ടതാണ്. കാരണം വേറെ ഒന്നല്ല, എല്ലാ അമ്മമാരെ കുറിച്ചല്ല പറയുന്നത്. മക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ മക്കളെ മര്യാദയ്ക്ക് ശരിയായ രീതിയിൽ നോക്കാത്ത അമ്മമാർക്ക് വേണ്ടിയാണ്. അവർ ഒരു പ്രായമാവുന്നത് വരെ, ഏറ്റവും കുറഞ്ഞത് ഒരു 10-15 വയസ്സാകുന്നത് വരെ എല്ലാ മക്കളും അമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ തണൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസാണ് നമ്മൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യുക. എന്ത് വിഷമം വരുമ്പോഴും അവർ നമ്മുടെ അടുത്തേക്കാണ് ഓടി വരിക. എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അവർ നമ്മളോടാണ് പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്നും അവരെ മാറ്റി നിർത്താതെ അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും അവരുടെ ആവശ്യങ്ങളിലും എല്ലാം കണ്ട് മനസ്സിലാക്കി ഒന്നിച്ച് അവരുടെ മനസ്സോട് ചേർന്ന് നമ്മൾ നിൽക്കണം. കാരണം ആ കുഞ്ഞു മനസ്സ് ആ പാവയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ. ഓരോ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്ന അമ്മമാർക്ക് അത് വലിയൊരു ഫീലാണ്. ഇവിടെ പഞ്ച് ആ പാവക്കുട്ടിയെ അതിൻ്റെ അമ്മയായിട്ടാണോ കാണുന്നത് എന്നറിയില്ല. പക്ഷെ അവന് അഭയം കൊടുത്ത ഒരു വ്യക്തി, അതായത് അവൻ്റെ സ്നേഹവും അവൻ്റെ സങ്കടവും സന്തോഷവും ഒക്കെ ഷെയർ ചെയ്യാൻ അവൻ കണ്ടെത്തിയത് ആ പാവക്കുട്ടിയാണ്. ആ പഞ്ചിനെ പോലെ നമ്മുടെ മക്കൾ എല്ലാത്തിലും നമ്മളോട് അഭയം പ്രാപിക്കാൻ വരുമ്പോൾ നമ്മൾ അവരെ നമ്മുടെ മനസ്സോട് ചേർത്ത് നിർത്തുക. എല്ലാ സന്തോഷങ്ങളും എല്ലാ സങ്കടങ്ങളിലും നമ്മൾ അവരെ തന്നെ ചേർത്ത് പിടിക്കുക. അപ്പോൾ അതവർക്ക് വലിയൊരു ബെനിഫിറ്റാണ്. 15 വയസ്സ് ഒരു പരിധി മാത്രമാണ്. ചില മക്കൾ 18 വയസ്സായാലും 20 വയസ്സായാലും ചിലപ്പോൾ അമ്മയുടെ തണൽ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ചെറിയ കുഞ്ഞു പ്രായത്തിൽ, ഒരു 10 വയസ്സുള്ള വരെയുള്ള ഒരു പ്രായത്തിൽ അവർക്ക് നമ്മൾ കൂടിയേ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ഓരോ അമ്മമാരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.